റിയൽ മാഡ്രിഡിനോട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ലാലിഗയിൽ തോറ്റത് FC ബാഴ്സലോണ പ്ലേയേഴ്സിനെയും ആരാധകരെയും ശരിക്കും തളർത്തിയിരിക്കാം. പക്ഷേ അന്ന് ബാഴ്സലോണയുടെ നായകൻ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നിങ്ങൾക്ക് പുതിയ ബാഴ്സലോണയെ കാണാമെന്ന്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചു. അതിനുശേഷം 15 മത്സരങ്ങളാണ് ബാഴ്സലോണ തോൽവി അറിയാതെ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ലാലിഗയിൽ 1-ാം സ്ഥാനത്ത്, ഇപ്പൊ കൂടാതെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഫൈനലെത്തി നിൽക്കുകയാണ്. ഇന്നലെ നടന്ന കളിയിൽ ജിദ്ദയിൽ വെച്ചിട്ട് 5-0 എന്ന മാരക സ്കോറിനാണ് അത്ലറ്റിക്കോ ബിൽബാവോയെ തകർത്ത് തരിപ്പണാക്കിയിട്ട് ബാഴ്സലോണ ഫൈനലെത്തിയത്. അപ്പോൾ ഇന്നലെ റാഫീഞ്ഞന്റെ ഇരട്ട ഗോള്, അതേപോലെ ഫെറാൻ ടോറസിന്റെ ഒരു ഗോള്, റൂണി നേടിയ ഒരു ഗോള്, അങ്ങനെ മാരക പെർഫോമൻസ്. അപ്പോൾ ഈ ബാഴ്സലോണയെ തടയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി കുറച്ച് പ്രശ്നമാണ്. കാരണം ആ ജാതി തിരിച്ചുവരാണ് ബാഴ്സലോണ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഫൈനലിൽ ആരായാലും, അത് റയൽ മാഡ്രിഡ് ആവട്ടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആവട്ടെ, ഈ ബാഴ്സലോണക്ക്, ഈ ഫോമിൽ കളിക്കുന്ന ബാഴ്സലോണക്ക് അതൊരു വിഷയമല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, സ്പാനിഷ് സൂപ്പർ കപ്പ് ആര് തൂക്കും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ.